യുദ്ധം നടക്കുന്ന രാഷ്ട്രങ്ങളിൽ സാക്ഷാൽ ശക്തരിൽ ശക്തരായ ഉച്ചിഹ ക്ലാനിനെ പോലും വിറപ്പിച്ച ആ ഒരു വംശം, 1000 കഴുകുകൾ വഹിച്ച സന്യാസിയുടെ ഇച്ഛാശക്തിയുടെ പിൻഗാമികൾ. അതേ കരങ്ങൾ തന്നെ ആരും വിശ്വസിക്കാത്ത ഒരു യുഗത്തിലേക്ക് പാത വെട്ടി. അധികാരത്തിനു വേണ്ടി മാത്രമല്ല, ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട ഇച്ഛാശക്തിയുടെ ഹൃദയമിടിപ്പായിരുന്ന അഗ്നിയായ ആ ഒരു വംശം. അതേ അവരുടെ വംശത്തിൽ നിന്നു തന്നെയാണ് ഷിനോബിയുടെ ദൈവം അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഷിനോബി ഉയർന്നു വന്നത്. യുദ്ധത്തിന്റെ ചാരത്തിൽ നിന്ന് ഒരു ഗ്രാമം നിർമ്മിച്ച മനുഷ്യരും ഇവർ തന്നെ. കല്ലിൽ എഴുതപ്പെടാത്ത ഷിനോബി ലോകത്തിന്റെ തന്നെ ജീവരക്തത്തിൽ പാരമ്പര്യം പുലർത്തുന്ന യോദ്ധാക്കളുടെ പാരമ്പര്യം. അവർ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, രാഷ്ട്രങ്ങൾ നിർമ്മിച്ചു, വിധിയെ തന്നെ വെല്ലുവിളിച്ചു. ലോകം ഒരിക്കലും രക്തത്തിലും മുങ്ങിത്താഴുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാറ്റിനും ഉപരിയായി ഒറ്റപ്പേര് നിലകൊണ്ടു. ജുത്സുവിന്റെ അമ്പൊഴിയാത്ത ആവനാഴി കയ്യിലുണ്ടായിരുന്നവർ, തകർക്കാനാവാത്ത ഇച്ഛാശക്തിയുടെ അവകാശികൾ. അവർ യുദ്ധങ്ങൾ ചെയ്യുക മാത്രമല്ല, അവ അവസാനിപ്പിക്കുകയും ചെയ്തു. അതെ, യുദ്ധത്തിന്റെ കൊടുങ്കാറ്റിൽ നിന്ന് ജനിച്ച സമാധാനത്തിന്റെ ശില്പികൾ, ദ സെഞ്ചു ക്ലാൻ.